നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെല്ലാം ഡെയിലി ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. അതായത് വെബ്സൈറ്റ് ഡിസൈനിങ്, കണ്ടന്റ് റൈറ്റിംഗ്, SEO വർക്ക്സ്, ആഡ് കോപ്പി, സോഷ്യൽ മീഡിയ പോസ്റ്റർ മേക്കിംഗ്, സോഷ്യൽ മീഡിയ ടാഗ് ലൈൻസ് ആൻഡ് ക്യാപ്ഷൻസ് മേക്കിംഗ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻസൈറ്റ് അനാലിസിസ്, യൂട്യൂബ് വീഡിയോ കണ്ടന്റ് മേക്കിംഗ്, അതേപോലെ റീൽസ് റിലേറ്റഡ് കണ്ടന്റ് മേക്കിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല സമയങ്ങളിലായി ചെയ്തു പോരും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പല രീതിയിലുള്ള കണ്ടന്റ് ഫോർമാറ്റ്സ് ആയിരിക്കും. അതായത് ഇമേജ് ആവാം, വീഡിയോ ആവാം, ആർട്ടിക്കിൾ രൂപത്തിലുള്ള ടെക്സ്റ്റ് കോണ്ടന്റ്സ് ആവാം. അങ്ങനെ ഏത് രീതിയിലുള്ള കോണ്ടന്റ് ഫോർമാറ്റ് ആണെങ്കിലും അതെല്ലാം ചെയ്യാനായിട്ട് പലരും ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കാണാറുണ്ട്. അവിടെയാണ് AI ടൂൾസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ പോയിന്റ് നിന്ന് ചെയ്യാൻ കഴിഞ്ഞാലോ സമയവും ലാഭിക്കാം, പ്രൊഡക്ടിവിറ്റിയും ഇൻക്രീസ് ആവും. നമ്മൾ പല ആവശ്യങ്ങൾക്കായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറുണ്ടല്ലേ. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് എടുക്കാറുണ്ട്. പക്ഷേ ആ ഡാറ്റാസ് എല്ലാം എവിടെ നിന്ന് വരുന്നു, ഏതൊക്കെ സൈറ്റുകളിൽ നിന്ന് വരുന്നു, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, അതേപോലെ തന്നെ അത്തരം ഡാറ്റാസിനൊക്കെ എത്രത്തോളം അതോറിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അധികം ആരും ശ്രദ്ധിക്കാറില്ല. ഗൂഗിൾ അതിൻ്റെ സെർച്ച് റിസൾട്ടിൽ ഉത്തരങ്ങളായി നമുക്ക് തരുന്നത് പല സൈറ്റുകളുടെ ലിസ്റ്റാണ്. സോ അത്തരത്തിലുള്ള ഓരോ സൈറ്റിലും പോയി നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് ആൻഡ് കോണ്ടന്റ്സ് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യമുണ്ട് നമുക്കവിടെ. അതായത് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ വരുന്നത്. അങ്ങനെ ഓരോ സൈറ്റുകളിലും പോയി ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ ഓരോ സെക്ഷനിലും AI ടൂൾസ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മാറ്റാൻ നമുക്ക് കഴിയും. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോപ്പർ പ്രോംപ്റ്റിങ്ങിലൂടെ എക്സാക്റ്റ് ആയിട്ടുള്ള നമുക്ക് വേണ്ട രീതിയിലുള്ള കോണ്ടന്റ്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഗൂഗിൾ പല വെബ്സൈറ്റുകളുടെ ലിസ്റ്റ് നമുക്ക് തരുന്ന സമയത്ത് AI ടൂൾസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള പല വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റാസ് കോഡിഫൈ ചെയ്ത് നമ്മൾക്ക് വേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഒരു യൂസർക്ക് വേണ്ട രീതിയിൽ അവൈലബിൾ ആക്കി തരിക എന്നുള്ളൊരു പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കിട്ടുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളതും അപ്ഡേറ്റഡ് ആയിട്ടുള്ളതുമായ ഡാറ്റാസ് ആൻഡ് റിസൾട്ട്സ് ആണ്. മാത്രമല്ല ഒരു യൂസർക്ക് പല സൈറ്റുകളിലായി കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യവും അവിടെ വരുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇന്ന് ഓരോ സെക്ഷൻസിനും ഓരോ പ്രോസസ്സിനും അതിൻ്റെതായ AI ടൂൾസ് അവൈലബിൾ ആണ്. അതായത് ഓൾ സോഷ്യൽ മീഡിയ ഇൻ്റഗ്രേഷൻ ആൻഡ് അനലിറ്റിക്സിന് ഹൂട്ട്സ്യൂട്ട്, സ്പ്രൗട്ട് സോഷ്യൽ പോലെയുള്ള AI ടൂൾസ്, അതേപോലെ കോണ്ടന്റ് റൈറ്റിംഗിന് ChatGPT, Gemini, Perplexity AI പോലെയുള്ള AI ടൂൾസ്. ഇനി ഇമേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഡീപ് AI, മെറ്റ AI പോലെയുള്ള AI ടൂൾസ്. ഇനി ഒരു പ്രസന്റേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ പ്രസന്റേഷൻ AI, സ്ലൈഡ്സ് ഗോ, ഗാമ ഇതുപോലെയുള്ള AI ടൂൾസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ SEO റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് എഴുതാനായിട്ട് സ്റ്റീൽത്ത് റൈറ്റർ, മാൻകൂൾസ്, നോട്ട്ബുക്ക് എല്ലാം, നോഷൻ AI, ഹ്യൂമനൈസ് AI, ക്വിൽബോട്ട് തുടങ്ങിയ AI ടൂൾസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് യൂട്യൂബ് SEO ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ട്യൂബ് റാങ്ക്, വിഡിക്ക് ഇതെല്ലാം അവൈലബിൾ ആണ്. കീവേഡ് റിസർച്ച് ചെയ്യാനായിട്ട് യൂബർ സജസ്റ്റ്, സെംറഷിന്റെ SEO ടൂളട, പിന്നെ സമ്മറൈസ് ചെയ്യാനായിട്ട് നോട്ട്ബുക്ക് എല്ലാം ടൂള്, അങ്ങനെ ഒരുപാട് AI ടൂൾസ് ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാ ടൂൾസിലും നമ്മൾ വേണ്ട രീതിയിലുള്ള പ്രോപ്പർ പ്രോംപ്റ്റിംഗ് കൊടുക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഓട്ടോമേറ്റഡ് ഇമെയിൽ ക്യാമ്പയിൻസും സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ആൻഡ് ക്യാമ്പയിൻസും പിന്നെ ചാറ്റ് ബോട്ട് മാർക്കറ്റിംഗും എല്ലാം ഇതേപോലുള്ള AI ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ തന്നെ പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്, അതായത് ഓരോ വ്യക്തികൾക്കും അനുസരിച്ചുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് AIയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഓരോ കസ്റ്റമറിന്റെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ് ആൻഡ് ബിഹേവിയറിന് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് സജസ്റ്റ് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാനും AI നമ്മളെ സഹായിക്കുന്നു. അതേപോലെ തന്നെ പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ടൂൾസ് യൂസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലുള്ള ട്രെൻഡ്സ് കണ്ടെത്താനും AI ടൂൾസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒപ്പം AI പവേർഡ് കണ്ടന്റ് ക്രിയേഷനും ഇന്നത്തെ കാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ്. കണ്ടന്റ് റൈറ്റിംഗിൽ AI ടൂൾസ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കണ്ടന്റ് എഴുതുന്ന സമയത്ത്, അതായത് കോണ്ടന്റ് റൈറ്റിംഗിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഓരോ കണ്ടന്റ്സും യുണീക്ക് ആയിരിക്കും. അതായത് ആദ്യം നമ്മളുടെ സ്വന്തം ശൈലിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, AI ടൂൾസിനെ ആശ്രയിക്കാനും ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാരഗ്രാഫ് റീഫ്രേസ് ചെയ്യാനോ പാടുകയുള്ളൂ. മേൽ പറഞ്ഞ പോലെ AI ടൂൾസിനെല്ലാം ആശ്രയിക്കാം, പക്ഷേ നമ്മൾ ആദ്യം നമ്മളുടെ ഒരു സ്വന്തം സ്റ്റൈലിൽ ഒരു കണ്ടന്റ് ഫോർമാറ്റ് എഴുതി ശീലിക്കണം. എന്നിട്ട് അതിനെ റീഫ്രേസ് ചെയ്യാനോ മറ്റ് ചേഞ്ചസോ എഡിറ്റ്സോ വരുത്താൻ വേണ്ടി മാത്രമേ നമ്മൾ AI ടൂൾസിനെ ആശ്രയിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ടൂൾസ് വഴി നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുന്ന കണ്ടന്റ്സ് നമ്മളുടെ വെബ്സൈറ്റിനകത്ത് ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വെബ്സൈറ്റിന്റെ റാങ്കിങ്ങിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളുടെ SEO സ്കോർ താഴെ പോകാനായിട്ടുള്ള സാധ്യതയും അവിടെയുണ്ട്. സോ AI ടൂൾസ് എല്ലാം നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നവ തന്നെയാണ്, പക്ഷേ അതെല്ലാം വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കണമെന്ന് മാത്രം. സോ നിങ്ങളുടെ വെബ്സൈറ്റിലും പ്രോപ്പറായി AI ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുക. എത്ര വലിയ ഡാറ്റയായാലും
എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ആയാലും അതിനെ അനലൈസ് ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ AI ടൂൾസ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. സോ നിങ്ങളുടെ ബിസിനസ് ആക്ടിവിറ്റീസ് ഈസി ആക്കാൻ AI ടൂൾസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ചെറിയ പ്രൊജക്റ്റിൽ നിന്ന് തുടങ്ങുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് AI ടൂൾസിനോടൊപ്പം നമുക്കും യാത്ര ചെയ്യാം.